മുബഷീർ പി അക്ബർ കൂടി ആ നാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. മുബഷീറിലേക്ക് വന്നാൽ, മുബഷീർ, ഇത് ഒരു നാടിനെ കുറിച്ചുള്ള ചർച്ചയല്ല, ഇത് ഒരു നാട്ടിലെ മാത്രം വിഷയവുമല്ല. ഇത് നമ്മൾ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന വില്ലൻ ഇവിടെ ലഹരിയാണ്, ലഹരി മാത്രമാണ്. അപ്പോൾ ഇത് പലതരത്തിൽ പല പേരുകളാണ്. ആ പേരുകൾ ഓരോന്നായി നമ്മൾ ഓരോ ദിവസവും പുറത്തുവിടുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു പുതിയ പേര് മലയാളികൾ കേൾക്കുകയാണ് റിപ്പോർട്ടർ ചാനലിലൂടെ. അപ്പോൾ എന്താണ് മുബഷീർ, ഇനിയിപ്പോൾ ആ നാട്ടുകാരുടെ ഒരു ആശങ്ക അഷ്കർ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ലഹരിക്കെതിരായി ഒരു യോഗം ചേരാനുള്ള തീരുമാനമാണല്ലേ? തീർച്ചയായും റോഷ്നി, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിൽ ഇത്തരമൊരു യോഗം ചേരുന്നത്. ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗമാണ് അല്പസമയത്തിലൂടെ ചേരാൻ പോകുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വിവിധ മേഖലകളിൽ നിന്ന് പ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വളാഞ്ചേരി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു യോഗം ഇവിടെ ചേരാൻ പോകുന്നത്. എന്തായാലും HIV സ്ഥിരീകരിച്ചൊരു പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുക എന്നുള്ളത് തന്നെയാണ് നഗരസഭയുടെ തീരുമാനം. ഇതിൽ ഔദ്യോഗികമായിട്ട് HIV സ്ഥിരീകരിച്ചായുള്ള ഒരു അറിയിപ്പ് ആരോഗ്യവകുപ്പിൽ ലഭിച്ചിട്ടില്ലത് ആ നഗരസഭ പറയുന്നുണ്ട്. എങ്കിലും ഈ മേഖലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഉൾപ്പെടെ ആ നിലയിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വ്യാപകമായ ഒരു പശ്ചാത്തലത്തിൽ അതിനെങ്ങനെ പ്രതിരോധിക്കാമെന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു യോഗത്തിൽ ചർച്ചയാക്കുമെന്നുള്ളതാണ്. ചെയർമാൻ ചേരുന്നുണ്ട്. അതായത് എങ്ങനെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വസ്തുത മാത്രമേ നഗരസഭയ്ക്ക് ഇത് സംബന്ധിച്ചുള്ളൂ. മാത്രമല്ല ഞങ്ങളെ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ആളുകൾ, പോലീസിലെ ആളുകൾ, ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളൊക്കെ എല്ലാവരും ഇവിടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കാനുള്ളത് ഇന്നത്തെ മീറ്റിങ്ങോട് കൂടിയിട്ട് അന്തിമമായിട്ട് തീരുമാനമെടുക്കും. ത്തിലുള്ള നാട്ടുകാർക്ക് ഉൾപ്പെടെ പറയാനുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പല സമയങ്ങളിലായിട്ട് അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ എങ്ങനെ? ഇത് വളാഞ്ചേരിയത്തെ മാത്രം പ്രത്യേകതയല്ല, സംസ്ഥാനത്തുടനീളം ഇത്തരം ആളുകൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും തന്നെ അതിന് ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, ഓരോ ദിവസം വരുമ്പോഴുള്ള വാർത്തകൾ കാണുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സൈസ് ആയാലും പോലീസ് ആയിട്ടുണ്ടെങ്കിലും അവർ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അത്തരം ആളുകളെ നിയമവിധേയമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് രാസലഹരി അമിതമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതൊരു ജനകീയമായിട്ടുള്ള പ്രതിരോധത്തിലാണ്. ഏതൊക്കെയല്ലേ ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ സംഘടനകളൊക്കെ എല്ലാവരുടെയും ആളുകൾ, നമ്മളൊക്കെ ഓരോരുത്തരും ആളുകൾ വിചാരിക്കേണ്ട അവനവൻ്റെ വീട്ടിലൊന്നും ഇതില്ല എന്നല്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രതിരോധ പ്രവർത്തനം തുടങ്ങേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. സ്വന്തം വീട്ടിൽ ആരും ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് കർശനമായുള്ള പരിശോധന നടത്തിക്കൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടു കൂടി മാത്രമേ ഈ മഹാവിപത്തിനെ നമുക്ക് നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയൂ. ഇപ്പോൾ ഇവിടെ ഇന്നലെ പറഞ്ഞ പോലെയുള്ള ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടന്ന ഒരു കാര്യമാണ് ഇന്നലെ ഇതിൻ്റെ ഒരു പേരിൽ യാഥാസ്ഥികമായിട്ടുള്ള യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിൽ ജനങ്ങൾ ആശങ്കയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്ര ആശങ്കകൾ ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധികൾ എന്ന നിലക്ക്, ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ എന്ന നിലക്ക് കൂട്ടായി ഇരുന്ന് അദ്ദേഹം പറയുന്നത് മുബഷീർ വ്യക്തമാണ്. എന്തായാലും ആശങ്കയുണ്ട് ആ നാട്ടുകാർക്ക്. അപ്പോൾ അതിനൊപ്പം ചേർന്നു നിൽക്കുക, ആ ആശങ്കയില്ലാത്ത വിധത്തിലേക്ക് ഈ കാര്യങ്ങളെ മാറ്റേണ്ടതുണ്ട്. കൂടിയാലോചനകളും യോഗങ്ങളും ഒക്കെ നടക്കട്ടെ. ഈ വിഷയത്തിൽ ലഹരിയാണ് വില്ലൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്.